ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാ
കൂട്ടാളിയായി തീർന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നു ഞാൻ. സൗഖ്യം എന്ത് തരും ആത്മക്ലേശം ആദ്യം ബലം. ലോക സൗഖ്യം എന്ത് തരും ആത്മക്ലേശം ആദ്യം ബലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേ ഉള്ളൂ. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേ ഉള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, ഹല്ലേലൂയ പാടിയിടും ഞാൻ.
ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല എന്റെ ഭക്തിഹൃദയയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എങ്കിലും ഞാൻ ഏറ്റവും താഴെയുള്ള ഒരു സഹോദരനായിരുന്നു ആണ്. എൻ്റെ മാതാവ് ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി. പിന്നെ എൻ്റെ സംരക്ഷകവും എൻ്റെ മാതാവും എൻ്റെ ശുശ്രൂഷക്കാരിയും എൻ്റെ വളർത്തമ്മയായിരിക്കുന്ന പ്രിയദാസിയായിരുന്നു. ദാസിയുടെ വേർപാട് നിങ്ങൾ ഹൃദയംഗമായി വളരെ വേദനയുണ്ട്. എങ്കിലും എന്നും നമ്മോട് കൂടിയിരിക്കാൻ ദൈവം സമയം തന്നിട്ടില്ലല്ലോ. നമുക്ക് ഈ ഭൂമത്തിൽ വാസനം 60 70 ഏറെയായാൽ 80 എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏറെക്കുറെ സമയങ്ങൾ പ്രായം വന്നിരിക്കുകയാണ്. പ്രിയദാസി നമ്മളിൽ നിന്ന് വേർപെട്ട് പോയതിനെ സംബന്ധിച്ച് നമ്മൾ ആരും ദുഃഖരാകേണ്ട ആവശ്യമില്ല. അവർ നിത്യമായി രക്ഷയിലേക്ക് കടന്നു വരുവാണ്ടപ്പോണം ദൈവം അവരെ വിളിച്ചിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് അവർ കടന്നു വരുവാൻ ശക്തയായിരിക്കുന്ന ആത്മശക്തിയുള്ളവരായി ഒരു സൃഷ്ടിയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് അവരുടെ ജീവിത കാര്യത്തിലുള്ളതായ ആ മനോഹരമായിരിക്കുന്ന മനസാക്ഷിയെ സൂചിപ്പിക്കുന്ന ഒരു സത്യമായിരിക്കുന്ന വാക്കുകളാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്.
അവൻ പുരുഷാരത്തിൽ കണ്ടാരെ മലമേൽ കയറി അവൻ എഴുതിയ ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവാമൊഴി അവരോട് ഉപദേശിച്ചാൽ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യമാർ സ്വർഗ്ഗരാജ്യം ഓർക്കൊള്ളുന്നു. ആത്മാവിൽ വളരെ ദരിദ്രരായിരിക്കുന്ന ഒരു ദൈവദാസിയായിരുന്നു എൻ്റെ സഹോദരി എന്ന് ദൃഷ്ടമായിട്ട് എനിക്ക് പറയാൻ അവകാശം സാധ്യതയുണ്ട്. ഒരിക്കലും അതിന് യാതൊരു പ്രയാസങ്ങളും എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിന് വെളിച്ചം സംബന്ധിച്ച് ഉണ്ടാകുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സൗമ്യതയുള്ള ഭാഗ്യമാർ അവർക്ക് ഭൂമി അവകാശമാകും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും. കരുണയുള്ള ഭാഗ്യമാർ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയത്തിലുള്ളവർ ഭാഗ്യമാർ അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം വിളിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. വളരെ വായിക്കുന്ന അനുഗ്രഹമായിരിക്കുന്ന അവസരം മത്തായി സുവിശേഷത്തിൽ പറയുന്ന പോലെയുള്ളതായ അനുഭവം എൻ്റെ സഹോദരിക്ക് ഉണ്ടായിരുന്നെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. അതിലൊരിക്കലും അധൈര്യമില്ല. കർത്താവിൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമുക്ക് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന അവസ്ഥയ്ക്ക് പുനരുദ്ധാനമുണ്ട്. ഒരിക്കലും പുനരുദ്ധാനമില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന കാലഘട്ടമുണ്ട്. അത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന കാലഘട്ടം കർത്താവ് വീണ്ടും വരുമ്പോഴാകുന്നു. കർത്താവ് വീണ്ടും വരുമ്പോൾ മരിച്ചവർ അക്ഷയന്മാരായി ഉയർത്തെഴുന്നേൽക്കുകയും ആത്മാവിൽ ഒരു കൂട്ടപ്പറ്റം വിശ്വാസികളെന്ന് ലോകത്തിന് ശേഷിയുണ്ടായിരിക്കും. അവർ ഒരുമിച്ച് കർത്താവ് മേഘത്തിൽ കർത്താവിനോട് എടുക്കപ്പെടുകയും ചെയ്യും. അതിന് ശേഷമാകുന്നു നമ്മുടെ ന്യായവിധി എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ന്യായവിധത്തിൽ പ്രത്യാശയുള്ള അവസ്ഥയിലേക്ക് പ്രിയ സഹോദരി ആത്മാവ് പ്രത്യാശയുടെ അവസ്ഥ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ദൈവത്തിന്റെ ശുശ്രൂഷക്കാരിയായി ജീവിക്കൊണ്ടവർക്ക് ദൈവം സമയത്തെ കൊടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ദൃഢമായി വിശ്വസിക്കാം. ഇത്രമാത്രമേ ഈ ചുരുക്ക സമയത്തിൽ എനിക്ക് പ്രിയദാസിയെ പറ്റി പറയാനുള്ളൂ. അവർ നിത്യമായ ഭവനത്തെ സൂക്ഷിപ്പാനും ഈ ഭവനത്തിൽ ആശ്രിതരായി കുഞ്ഞുങ്ങൾ വളർത്തുവാനും ദൈവം അവർക്ക് അവളുടെ യുദ്ധസേവ കഴിഞ്ഞു. അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു. അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവിൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പരിവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികുന്നു, എല്ലാ മലയും കുന്നും കാണും വരണം. വളഞ്ഞത് യഹോവയും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. താഴ്ചടവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത് കേട്ടോ, വിളിച്ചു പറയുക എന്നൊരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടെന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേലൂതിയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. സുവാർത്തദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതങ്ങളിലേക്ക് കയറി ചെല്ലുക. സുവാർത്തദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദാ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി വരം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേടിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് ആടുകളെ തിരിച്ചേർത്ത് വഹിക്കുകയും കള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു.
arms of Jesus, safe on His gentle breast, there by His hour shaded, sweetly my soul shall rest. Safe in the arms of Jesus, safe from corroding end, safe from the world's temptations, sin cannot harm me there. Free from the night of sorrow, free from my doubts and fears, only a few more trials, only a few more tears, save in the arms of Jesus, safe on His gentle breast, there by His now shaded, sweetly my soul shall rest. Jesus, my heart, dear refuge, Jesus has died for me. Firm on the rock of ages, ever my trust shall be. Here let me wait with patience, wait till the night is old, wait till I see the morning break on the golden shore, safe in the arms of Jesus, safe on His gentle breast, there by His shower shaded, sweetly my soul shall rest. We have gathered here this morning with sorrow and joy mingled together. രാവിലെ നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ദുഃഖവും സന്തോഷവും സമ്മിശ്രമായ ഒരു അനുഭവത്തിലൂടെയാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. Death is the greatest enemy of mankind. മരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. Even the kings and great monarchs have bowed their heads before this great monster called death. രാജാക്കന്മാരും വലിയ ചക്രവർത്തിമാർ തന്നെയും ഈ മരണമെന്ന രാക്ഷസന്റെ മുൻപാകെ തലകുനിച്ചവരാണ്. But the Lord Jesus Christ said, we have victory over death, for the Lord Jesus Christ came victorious by resurrection. കർത്താവായ ക്രിസ്തു തന്റെ പുനരുത്ഥാനത്താൽ ജയാളിയായി പുറത്തു വന്നതിനാൽ നമുക്കും ജയമുണ്ട് എന്ന് അവൻ അറിയിച്ചു. There he took the thorn of death on his very body and he became a curse and bore our sins on the cross of Calvary, died and rose again like a great victor. മരണത്തിന്റെ വിഷമുള്ള അവൻ പരിച്ചുകളയുകയും നമ്മുടെ പാപത്തെ അവന്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയും അടക്കപ്പെട്ട് ഒരു വിജയാളിയായി കല്ലറയിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. In my mother's family, this Hameti is my cousin. എന്റെ അമ്മയോടുള്ള ബന്ധത്തിൽ ഈ കടന്നുപോയതായ പ്രിയാമ്പിച്ചി എന്റെ ഒരു ബന്ധത്തിൽപ്പെട്ടവരാണ്. Gone stayed with the children in the States. അമേരിക്കയിലുള്ളതായ അവരുടെ മക്കളോട് കൂടെ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. I knew her husband very well. അവരുടെ ഭർത്താവിനെ എനിക്ക് നല്ലപോലെ അറിയാം. He may be some 2 years older to me. ഒരുപക്ഷേ എന്നെക്കാൾ 2 വയസ്സ് പ്രായം കൂടിയ ആളായിരിക്കും. And we come from Palani, Kunnamkuളം. ഞങ്ങൾ പഴഞ്ഞി കുന്നംകുളം ഭാഗത്ത് നിന്നും വന്നവരാണ്. Many times I have met her during her sick days. അവർ അസുഖമായിരിക്കുന്നതായ പല സന്ദർഭങ്ങളിലും അവരെ വന്ന് കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. We just sang a song that we are safe in the arms of Jesus and the blight of sorrow flee away. യേശുവിന്റെ കരങ്ങളിൽ നാം ഭദ്രമാണ്, മരണത്തിന്റേതായ ദുഃഖം
നമ്മെ വിട്ട് ഓടിപ്പോകുന്നു എന്നാണ് നാം ആ പാട്ടിൽ പാടിയത്. In the book of Revelation chapter 5, we read a beautiful voice. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ മനോഹരമായ ഒരു വാക്യം We വായിക്കുന്നു. read a very beautiful voice. അത് വളരെ സന്തോഷമുള്ളതായ അനുഗ്രഹപ്പെട്ടതായ ഒരു വാക്യമാണ്. Chapter 5, verse 9. 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ And വാക്യം. they sung a new song, saying, Thou art worthy to take the book and to open the seals thereof, for thou wast slain, and hast redeemed us to God by thy blood, out of every kindred and tongue and people and nation. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. Verse 10. 10-ാം വാക്യം. And he has made us to reign in heaven. ഞങ്ങളെ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. This Amachi has told me I am prepared to go to my heavenly home. എന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പോകുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് ഈ അമിച്ചിനോട് ഒരിക്കൽ Every പറഞ്ഞത്. time you and I must be prepared to go to your heavenly home. സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രക്കാരാണ് നാം എന്നുള്ളതായ ആ ഓർമ്മ എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. Whatever may be our religion, നമ്മുടെ മതം എന്തായാലും, whatever may be our custom, നമ്മുടെ ആചാരങ്ങൾ എന്തൊക്കെയായാലും, whatever may be our prayers, നമ്മുടെ പ്രാർത്ഥനകൾ എന്ത് തന്നെയായാലും, our hearts must be ever prepared to meet our Redeemer who shed his blood on the cross of Calvary. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കാണുവാനുള്ളതായ അതിയായ ആഗ്രഹത്തോടുകൂടി നിറഞ്ഞതായ ഒരു ഹൃദയമായിരിക്കണം നമ്മുടെ ഹൃദയം. One evening when I came, I just carried to her the good news from her two children, Mani and Soshama. അവരുടെ രണ്ട് പ്രിയ മക്കളായ മണിയും സുഷാമിൽ നിന്നുള്ളതായ നല്ല വാർത്തകളുമായിട്ടാണ് ഒരു ദിവസം വൈകുന്നേരം ഞാൻ അവരെ കാണുവാനായിട്ട് വന്നത്. That was a few days after my return from the States. അമേരിക്കയിൽ നിന്നും ഞാൻ മടങ്ങി വന്ന ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത് ചെയ്തത്. She just inquired about them അവരെ കുറിച്ച് അവർ അന്വേഷിച്ചു, and their husbands, അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് അന്വേഷിച്ചു. and they said they also must have the same hope I have. എനിക്കുള്ളതായ പ്രത്യാശ അവർക്കും ഉണ്ടാകട്ടെ എന്ന് അവർ ആഗ്രഹിക്കുകയും The ചെയ്തു. Bible says there is a living hope. ഒരു ജീവനുള്ള പ്രത്യാശ ഉണ്ടെന്ന് വേദപുസ്തകം The പറയുന്നു. Bible says there is a blessed hope. ഒരു അനുഗ്രഹപ്പെട്ടതായ പ്രത്യാശയുണ്ട്. The Bible says there is a shining hope. ഒരു ജ്വലിക്കുന്ന പ്രത്യാശയുണ്ട്. I read many books on other religions. I have read about 1,000 books in my library at Dindigan. ഇന്ത്യയിലുള്ളതായ ലൈബ്രറിയിൽ അനേകം പുസ്തകങ്ങൾ, മതങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എനിക്കുണ്ട്. And it may be from this window, the other window. There are 3 large shelves. ഈ ജനല മുതൽ ആ ജനല വരെയുള്ളതായ വലിയ അലമാര എനിക്ക് അവിടെ ഉണ്ട്. I read a demonstrate before us or exhibits before us 4 principles in the whole of this Bible. ഈ വേദപുസ്തകത്തിൽ കാണുന്നതായ 4 പ്രമാണങ്ങളാണ് ഈ വസ്തുത നമ്മുടെ മുൻപായി കാണിക്കുന്നത്. Because the Bible says it is appointed unto man once right after the judgment, but Christ died for us and bore our sins and is going to come again to receive his own. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനിയും അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് ദൈവത്തിന് നാം വായിക്കും. We hear the 4 appointments. 4 നിയമനങ്ങളെ കുറിച്ച് നമ്മുടെ വായിക്കും. Death is an appointment. മരണം ഒരു നിയമനമാണ്. You and I must die one day. ഞാൻ നിങ്ങൾ ഒരിക്കൽ മരിക്കേണ്ടതാണ്. I have buried with my hands my members of our family and many others during the past 45 years. എന്റെ ഭവനത്തിലുള്ള ചില അംഗങ്ങളെ അതുപോലെ മറ്റനേകരെ എന്റെ കൈകളെ കൊണ്ട് സംസ്കരിക്കുവാൻ എനിക്കിടയായി. Many who died in the hospital, I have buried them. ആശുപത്രിയിൽ മരിച്ച അനേകരെ ഞാൻ സംസ്കരിച്ചിട്ടുണ്ട്. But death is an appointment in which nobody has excuse or will have to bow their heads before that monster death. ഒരുത്തനും ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്തതായ ഒരു നിയമനമാണ് മരണം. അതിന് മുൻപാകെ സകലരും തലകുനിച്ചേ മതിയാവും. And second appointment, Jesus Christ died on the cross and bore our sins. രണ്ടാമത്തെ നിയമനം എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് കാൽവരി ക്രൂശിന്മേൽ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു. When you put your trust in the Lord Jesus Christ, when you sincerely believe that Jesus died for my sins and bore my sins on the cross, you come to that appointment of salvation. ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതായ വിശ്വാസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവൻ നമുക്ക് നൽകിയിരിക്കുന്നതായ വലിയ രക്ഷയുടെ ആ നിയമനത്തിലേക്ക് നാം പ്രവേശിക്കും. Third appointment, Jesus says, I give you my peace. എന്ന് പറഞ്ഞു. This Amachi had that eternal peace in her heart. ആ നിത്യമായ സമാധാന ഹൃദയത്തിൽ ഉള്ളവരായിരുന്നു ഈ പ്രിയാമിച്ച്. And the 4th appointment is that Jesus is going to come again. യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ളതാണ് 4ാമത്തെ നിയമം. Saint Paul says in 1 Thessalonians chapter 4,
Christ had descended from heaven with the voice of the archangel, with the trump of God, and with the angel, and those who dead in Christ will rise again. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ഇറങ്ങി വരികയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിന്റെ ജീവനോടെ ശേഷിക്കുന്നവർ എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് നാം വായിക്കും. These Ammichi had that hope. ഈ അമ്മിച്ചിക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു. That hope is qualified by dual statements. രണ്ട് പ്രത്യേക പ്രസ്താവനകളാൽ ആ പ്രത്യാശ എടുത്തു പറയുന്നു. Those who die in Christ are blessed. ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാൻ. How wonderful is that? എത്ര അത്ഭുതമേറിയതാണ്. And secondly, they have a living hope. അവർക്ക് ഒരു ജീവനുള്ള പ്രത്യാശയുണ്ട്. My dear friends, എന്റെ പ്രിയ സ്നേഹിതരെ, my dear sisters, സഹോദരിമാരെ, my dear mothers, അമ്മമാരെ, my dear children, എന്റെ കുഞ്ഞുങ്ങളെ, if you have that hope, ആ പ്രത്യാശ നിങ്ങൾക്കുണ്ടെങ്കിൽ, you are a blessed person. നിങ്ങൾ ഭാഗ്യവതിയാണ്, ഭാഗ്യവാന്മാരാണ്. Ammichi had that blessed hope. ഈ അമ്മിച്ചിക്ക് ഭാഗ്യകരമായ പ്രത്യാശ ഉണ്ടായി. If you put your trust in the Lord Jesus Christ, കർത്താവ് യേശുക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു, ആശ്രയം വെക്കുന്നു, you will become part and parcel of the eternal hope, and that hope is from here like a ladder goes up to heaven. നിത്യമായ പ്രത്യാശയുടെ പങ്കാളികളായി നിങ്ങൾ തീരുകയും ആ പ്രത്യാശ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കരേറി പോകുന്നതായ ഒരു കോവണിയായി മാറുകയും ചെയ്യും. And book of Revelation says they will reign with Christ, with kings and priests. അവർ ക്രിസ്തുവിനോട് കൂടെ രാജാക്കന്മാരും ക്രൂരന്മാരുമായി വാഴും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. May God help us to check our experience at this time when we are come by the side of a coffin. ഒരു ശവപ്പെട്ടിയുടെ അരികെ നാം നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരെയും അനുഭവങ്ങളെ പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. We thank the Lord for the living hope she had. അവർക്കുണ്ടായതായ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. We thank thee for our blessed Redeemer who came out from the victor and he overcame the monster enemy of mankind. കല്ലറയിൽ നിന്ന് ജയാളിയായി പുറത്തു വന്ന് മനുഷ്യരാശിയുടെ ഭയങ്കര ശത്രുവായിരുന്ന മരണത്തെ തോൽപ്പിച്ച ഞങ്ങളുടെ കർത്താവിന് വേണ്ടി വീണ്ടെടുപ്പുകാരന് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. Jesus as he rose again from the grave and now in heaven on the right hand of God. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ആസീനനായിരിക്കുന്നു. And this blessed sister Rachamo also now leaning on the bosom of the Lord Jesus Christ enjoy that heavenly peace. ഞങ്ങളെ പ്രിയപ്പെട്ട ഈ അജാമ സഹോദരിയും ആ സ്വർഗീയ സന്തോഷത്തിൽ ഇന്ന് ചേർന്ന് ദൈവ കർത്താവിന്റെ കരങ്ങളിൽ വിശ്രമിക്കുകയാണ്. When Christ comes, we all will see it and we all will become part and parcel of the glory of the resurrection and the reign of the Lord Jesus Christ. വീണ്ടും വരുന്നതായ സമയത്ത് ഞങ്ങൾ അവരെ വീണ്ടും കാണുകയും കർത്താവ് യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ടതായ തേജസ്സിന്റെ പങ്കാളികളായി ഞങ്ങൾ തീരുകയും ചെയ്യുന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. Lord, we ask these things in the name of the Lord Jesus Christ, our blessed Savior. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ ഇത് താഴ്മയോടെ അപേക്ഷിച്ചുകൊള്ളുന്നു. ആമേൻ. സ്വർഗ്ഗനാട്ടിലൻ പ്രിയൻ ശുശ്രൂഷ ആരംഭിക്കുക. സഭയിലും നടന്നുണ്ടതു Amen.
എന്നേക്കും സ്തുതി. ഭൂമിയിൽ നിന്ന് മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നിനക്ക് സ്തുതി. പിതാവേ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലങ്കരം മൂലപാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ ഏകജാതനായ ജീവനുള്ള മരണത്തെ ഞങ്ങൾ വന്നിച്ചിരുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവൃത്തിക്കും പകരം നൽകാം മശിഹായേ. കുറ്റങ്ങളെ മായിച്ച് അന്യായങ്ങളെ കാണുകണമേ. മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയായി ധരിപ്പിക്കണമേ എന്നേക്കും. ദാസനെ മരിച്ചവരിൻ ഇടയിൽ നിന്നേൽപ്പിച്ച ആശബ്ദം വിശ്വാസികളെ കബറിൽ ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നേടുമേ. രഹസ്യമായുള്ള ഇത് ഹൃദയോ വന്ദനവും പുകഴോ ഉന്നതിയോ കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിൽ ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുവാനാകണമേ. എല്ലാ നീതിമാന്മാരെയും സ്നേഹിക്കുന്ന കർണവരുടെ പിതാവായ ദൈവമേ, അവരുടെ പിന്നടിയിൽ കുടികൊടുവാൻ അവർക്ക് സാരക്ഷമായി തീരുവാനും
ഞങ്ങളെ യോഗ്യരാക്കണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും മുടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ ദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊണ്ടുവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ വിശിഹാദം വരാന് എന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ച രാജകീയമായ വസ്തു കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായ മൂലം അവൻ കൽപ്പനാ ലംഘനത്തിൽ അകപ്പെട്ടു. മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാ സർവ്വലോകത്തിനെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ അയച്ച് ബൗദ്ധമുള്ള മണ്ണം കൊണ്ട് നീവിനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായുള്ള ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സംസ്കാരത്തിന്റെ നേരത്ത് ഞങ്ങൾ ഒഴിക്കുന്ന പ്രാർത്ഥനപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അയച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരത്തിൽ ചേർത്ത് കൊള്ളപ്പെടുകയും നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗാരും ഉച്ചത്തിൽ വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവും ദൈവികമായ ശുശ്രൂഷ സംബന്ധിച്ചുകൊള്ളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചതുമായ ഇവൾ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിയാതിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകന്മാരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശ ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ലായിരുന്നെങ്കിൽ ദൈവം ഉയർത്തിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർത്തിച്ച് ദൈവത്തിന്റെ ലോകമായി സാക്ഷ്യം പറയാൽ നിങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യക്തമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും
നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പുത്രനും പരിശുദ്ധമായ പ്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിനോട് നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ പ്രത്യാശ കർത്താവിന്റെ രക്ഷണീയ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അവനോടുകൂടെ ചേരുവാൻ മാമോദീസ കേൾക്കുകയും അവന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുകയും അവന്റെ ക്രൂശാരോഹണത്തിൽ പ്രത്യാശ വയ്ക്കുകയും അതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ നോക്കി പാർക്കുകയും ചെയ്തിട്ടുള്ള ആരും തന്നെ മരണം വഴിയായി ഒരു നാളും കൈവിടപ്പെട്ടു പോകുന്നില്ല എന്നുള്ള വലിയ ഒരു വിശ്വാസവും പ്രത്യാശയും കർത്താവായ യേശുക്രിസ്തു നമുക്ക് ദാനമായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, പ്രത്യാശയാലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. കാണുന്നതൊന്നും പ്രത്യാശയ്ക്കുള്ള വക നൽകുന്നില്ല. എന്നാൽ വിശ്വാസ വിഷയമായിട്ടുള്ള കർത്താവ് അവന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നമുക്ക് വളരെ പ്രത്യാശ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മരണവും അതുവഴിയായിട്ടുള്ള വേർപാടും അത് നൽകുന്ന ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാതെ കർത്താവിൽ ആശ്രയിക്കുകയും പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിനും അതിനെ അഭിമുഖീകരിക്കുന്നതിനും കർത്താവിനുള്ള ജയജീവിതം നയിക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ ആ വലിയ പ്രത്യാശയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മരണമോ ദുഃഖമോ വേദനയോ കഷ്ടതയോ പട്ടിണിയോ അങ്ങനെ ലോകത്തിലുള്ള നാം ആഗ്രഹിക്കാത്ത എന്തൊക്കെ നമുക്കുണ്ടായാലും കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ദിവ്യമായ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്ക് എന്ന് വേർതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ മരണം ദോഷത്തിനായിട്ടുള്ളതല്ല. ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും മരണം വഴിയായി മാറിപ്പോകേണ്ടതാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടവരാണ്. അതുകൊണ്ട് മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് നൽകുന്ന സമാധാനവും സന്തോഷവും അതിനെ അതിജീവിക്കുന്നത് ആയിരിക്കണം. അതുകൊണ്ട് ഈ ദുഃഖത്തോടുകൂടെ കർത്താവിനെ സ്നേഹിക്കുന്നതിനും കർത്താവിനെ സേവിക്കുന്നതിനും നമുക്ക് കൂടുതൽ ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ പ്രിയപ്പെട്ട ദാസിയുടെ മകൻ ശ്രീ ചെറിയാനെയും എനിക്ക് വളരെ പരിചയമാണ്. അതുപോലെ കുട്ടിമോനെയും വളരെ പരിചയമുണ്ട്. അതുപോലെ കുടുംബത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരെയും അതുവഴിയായിട്ടുള്ള സ്നേഹവും പരിചയവും ഉണ്ടല്ലോ. സഭയിലെ പട്ടക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാവർക്കും വിശ്വാസികളായ നമ്മുടെ ആളുകളുടെ വീടുകളിൽ മരണവും ദുഃഖമൊക്കെ ഉണ്ടാകുമ്പോൾ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ട്. ഞാൻ നമുക്ക് ഒന്നിച്ച് ആശ്വസിക്കാനായിട്ടുള്ള വിഷയം കർത്താവ് നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ. അതുകൊണ്ട് നിങ്ങൾ വളരെ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഉള്ളവരായിരിക്കും. ഇതിനെ വളരെ പ്രത്യാശയോടും നമുക്ക് യാത്ര അയക്കുന്നതോട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദയാകണം. അതിന് ദൈവത്തിന് സഹായിക്കും. ഈ മനുഷ്യായുസിൻ്റെയും ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് പ്രത്യാശ നിർഭരമായ ജീവിതമാണ്. മരണത്തിനെ തോൽപ്പിക്കുവാൻ സാധിക്കാത്തതാണ്, മരണത്തിനെ കീഴടക്കുവാൻ സാധിക്കാത്തതാണ്. ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുന്നതാകുന്നു ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമാണ്. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യേശുക്രിസ്തുവുള്ള പ്രത്യാശയോടുകൂടെ ഈ താൽക്കാലിക ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഈ താൽക്കാലിക ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എങ്കിലും കർത്താവിനോടുകൂടെ നിത്യ യുഗായുഗങ്ങൾ വാഴുവാനായിട്ട് ഉള്ള ഒരു മാറ്റം മാത്രമാകുന്നു എന്നോർത്ത് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സമാധാനിക്കുവാനായിട്ട് വകയുണ്ട്. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും മരണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവനോടുകൂടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മരണം ജീവിതത്തിൻ്റെ അന്ത്യവാക്കല്ലല്ലോ. മരണത്തോടുകൂടെ നാം ജീവനിലേക്ക് പ്രവേശിക്കുകയാകും. യേശുക്രിസ്തു അതിനെ വാഗ്ദാനമായി നമുക്ക് നല്ല മാതൃക കാണിച്ച് തന്നിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുള്ള വിശ്വാസം നമുക്ക് ആശ്രയിച്ച് ആയുസ്സിനെ പൂർണ്ണമാക്കുവാനും ആയുസ്സിനെ ധന്യമാക്കുവാനും ആ വലിയ പ്രത്യാശയോടെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ മാതാവിനെ പോലെ സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് 4-5 മാസങ്ങൾ മാത്രമേ ആയുള്ളൂ.
വന്ന് ഇപ്പോൾ തന്നെ ഈ മാതാവെ കിടക്കയിലായി എങ്കിലും പ്രസന്ന വന്ദനയായി എല്ലായ്പ്പോഴും കർത്താവുള്ള പ്രത്യാശ കൊണ്ട് ഓരോ ദിവസങ്ങളും ചെലവഴിക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. കുഞ്ഞുങ്ങൾക്കും ആ പ്രത്യാശ നൽകിയിട്ടാകുന്നു കടന്നു പോകുന്നത് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് കർത്താവിലുള്ള ഈ പ്രത്യാശയോടുകൂടി നമ്മുടെ ആയുസ് മുന്നോട്ട് നീങ്ങുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് ദൈവം ആവശ്യമായ സമാധാനം, ആശ്വാസവും ധൈര്യവും നൽകട്ടെ. നമ്മുടെ മാതാവിൻ്റെ കരടികളെ പിന്തുടരുവാൻ ദൈവത്തെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളെ സൃഷ്ടിച്ച ഈ ലോകത്തിലാക്കിയവനായ ദൈവമായ കർത്താവേ, ഈ തിരി വിളിക്കുന്ന അവസരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും മടങ്ങി വരേണ്ടവരാകുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും വേർപാട് വേദനയുടേതായ അനുഭവം, ദുഃഖത്തിൻ്റെതായ സാഹചര്യമാകുന്നുവെങ്കിലും കർത്താവേ, നീ ഞങ്ങൾക്ക് മഹത്വകരമായ ഒരു പ്രത്യാശ തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയിൽ ജീവിക്കുന്നതിന്, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ ജീവിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കണം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കഴിഞ്ഞ നാളുകളിലായി മാതാവിന് ലഭിച്ച എല്ലാ നല്ല മാതൃകകൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലഭിച്ചിരിക്കുന്ന മാതൃകകൾ പിന്തുടരുവാനായിട്ട്, നിന്നെ ലാക്കാക്കി ജീവിക്കുവാനായിട്ട് ഓരോരുത്തരും ഒരുക്കണം പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് നീ ആശ്വാസദായകനായി കൂടെ ഇരിക്കണമെന്ന്, നിന്റെ ദിവ്യമായ പ്രത്യാശ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിനും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും മക്കളെ ഓരോരുത്തരും ഒരുക്കണം. ദൂരസ്ഥലത്തായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. വാർത്തയൊക്കെയും കേൾക്കുമ്പോൾ മനസാന്നിധ്യത്തോടുകൂടെ നമ്മൾ പ്രതികരിക്കുന്നതിന് വേണ്ടതായ മനസാന്നിധ്യത്തെ കൊടുക്കണമേ. പെട്ട ശുശ്രൂഷയിലും നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും കൂടെ ഇരിക്കണമേ. മാനവും മാത്രം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണം. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ, എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ൂയായ ദേഹവും മായയാർന്ന ലോകവും വേർതിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. ും നേറ്റിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ദീപഗീതി പാടുവാൻ.
ലോഭ കോപമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്ന നിങ്ങളെ പോറ്റിടാം സദാവിനെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്കു പോയിടുന്നു ഞാൻ മുതാ. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഏകാന്തമാകുമീ യാത്രയിലെന്നും ഏകാന്തമാകുമീ യാത്രയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഭൂമിയിൽ നൽകി ആശ വളർത്തുന്നു. സർവവും ഒടുവിൽ ശൂന്യമാക്കി നിൻ തേരിലേറ്റുന്നു. ജനനവും മരണവും സത്യം ഇടയിൽ കാൺമത് സ്വപ്നം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഏകാന്തമാകുമീ യാത്രയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം.
ദുരൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ മേലാനുഗ്രഹങ്ങളിൽ നിന്നേക്കും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തേപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യമായുള്ള ഭാഗ്യങ്ങളുടെ മണവരെയും സന്തോഷങ്ങളുടെ വന്ദിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസ്തവവും സൗജന്യം ചെയ്യണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീടുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന്റെ യോഗ്യമായിരിക്കും പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത് ഭാഗത്തുള്ള മക്കളായ ഞങ്ങളോടുകൂടെ ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. സൃഷ്ടികളോ അവയുടെ സ്ഥാനത്ത് കഴിഞ്ഞു പോകാതെ സൂര്യനും ചന്ദ്രനും നക്ഷത്രവും പ്രകാശിക്കാതെ മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകാവസാനത്തിൽ ഇവയൊക്കെ അടക്കപ്പെടുന്നു. കബറുകളിളക്കത്തോടെ തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചെഴുന്നേറ്റ നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിക്കുവാൻ ന്യായസ്ഥലത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും ദേശം മാഞ്ഞഭാഗത്ത് നല്ല മഹിമയും എല്ലായ്പ്പോഴും നിഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശ്രേഷ്ഠത്തിലെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടുകൾ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കൊണ്ടുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരി കൊണ്ട് കവറിലുവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗത്താൽ നിദ്രഭാവിച്ചിക്കുന്നതിനെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരുടെയും മരിച്ചുടെയും ന്യായവിധിമായിരിക്കുന്ന മശിഹാ തമ്പുരാനെ തന്റെ ദാസന്റെ സംസ്കാര ശുദ്ധായി നേരത്തുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ സ്ത്രീയും ബഹുമാനമെന്ന് യോഗ്യമായിരിക്കുന്നു. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങൾ കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നതിനും എതിരെ പ്രാപിച്ചിട്ടുള്ളവരെയും പാതാളത്തിന്റെ അന്ധകാര അറിവിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുത്ഥാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവനുമായ മശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകലത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെ ശരീരങ്ങളുടെ സൃഷ്ടാവും മനുഷ്യവർഗത്തെ മനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിനും അവസരം നൽകുന്നവനും മരിച്ചവരെ മരിപ്പിക്കുന്നവരും ഏർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും കരയേറ്റുന്നതിനുമാണ് ദൈവമേ. ബലവാനും കരുണയുള്ളവനും ദയാലുമായ കർത്താവേ, നിന്റെ കൽപ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസുര സംസ്കാര ഈ സമയത്ത് ഞങ്ങൾ ഒഴിക്കുന്ന ഈ ശുശ്രൂഷകരനെയോട് നീ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ നിന്റെ ദാസി സമാധാന തുറമുഖത്തി എന്നത്തെയും നിന്റെ വിശുദ്ധന്മാരുടെ വാസ്തലത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാഖമാരോട് ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരുണ്യവാനും കൃപധന്യനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും പരിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചങ്ങളുടെ കൂടാരത്തിനും വേദനകളും ദുഃഖവും ദീർഘനിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യത്തിന്റെയും ഭവനത്തിലൂടെ വസിക്കുകയും പുതിയ സ്ഥിതിയുടെ ആത്മീയ സന്തോഷത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സകലന്റെ ഭാവമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞു അറിയാതെയും മനസ്സോടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കണ്ണകളും പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിപ്പാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹം മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ കൊണ്ടും യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുങ്ങിക്കൊള്ളണമേ. നീ നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തുവണ്ണം
അവിടെയുള്ള ജീവിതത്തിൽ നിങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന് പ്രകാശമുള്ള കൂടാരങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണറയ്ക്കങ്ങളായി തിരികെയും നിന്റെ പരിശുദ്ധമായ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ അറിവായിക്കും നീ സ്തോത്രങ്ങളേറ്റുകയും ചെയ്യുമാറാകണമേ. വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷിതാവ് ആശ്വാസദാനൊന്നൊഴികെ പരനിലെങ്ങോമേ ഉള്ളവരെയോ ഉണർവച്ചവരെയോ മാറ്റളരെയോ തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതങ്ങൾ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിയുമ്പോഴുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവെ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ചോദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതീര കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ കൈവെളിയരുതേ നീ കരുണാവാരിതിയേ. ഭയങ്കരമമ്പൂക്കൾ ക്രമമേറുന്നിടത്ത് ശ്രീവായുലങ്ങൾ തുണയായി നൽകണമേ. ഉന്നതമണവാള കുലിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടോ മഹത്വനാഥനോ ബഹുമതിനാഥനോ വന്ദനവും സ്തുതിയോ വിശുദ്ധാരോഹായിക്കോ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസിയെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ കുറിച്ച് ദുഃഖിക്കുന്നതിനാ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തും ചെവി കേട്ടിട്ടില്ലാത്തും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് വെള്ളവാശമാകുന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിപ്പിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാവസാനത്തിൽ രക്ഷകൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അവന്റെ മരിച്ചവനെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും രാജ്യവശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ഭാഗ്യവാനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവവും യേശുവിൽ നിദ്രകൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് താൻ കൽപ്പനയോടും പ്രധാന ദൂതൻ ഹെബത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടെ സർവ്വത്തും ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെയും നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കും. സഹോദരന്മാരെ, നമ്മുടെ കത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ ശിംശാട് വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ നിങ്ങളെ യോഗ്യതരാകട്ടെ. അപ്പോൾ സ്വർഗരാജ്യം തങ്ങളുടെ ദിവ്യഷ്ടികളെ എടുത്ത് മണവാളിനെയും മണവാട്ടിയും എതിരേൽക്കുന്ന പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ആ ബുദ്ധിയില്ലാത്ത തങ്ങളുടെ ദിവ്യഷ്ടികളെടുത്തു, എണ്ണ എടുത്തില്ല. ആ ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദിവ്യഷ്ടികളോടുകൂടെ പാത്രങ്ങൾ എണ്ണ എടുത്തു. എന്നാൽ മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഒതുങ്ങിപ്പോയി. അതിനാത്രി ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പാൻ പുറപ്പെട്ടു എന്നാൽ പുള്ളി ഉണ്ടായി. അപ്പോൾ ആ കന്യമാർ എല്ലാവരും എഴുന്നേറ്റ് ഞങ്ങളുടെ ദിവ്യഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ആ ബുദ്ധിയില്ലാത്ത ബുദ്ധി കെട്ടവരോട്, ഇതാ ഞങ്ങളുടെ ദിവ്യഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീനെന്നേ പറഞ്ഞു. ആ ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്നേ വരാതിരിപ്പാൻ വിളിക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്നേ പറയുന്നു. കുറെ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരിക്കുന്നവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചുവാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കമാ മറ്റേ കന്യമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നേ പറയുന്നു. എന്നാൽ അനുത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാടും നാഴിയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടുന്ന സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ ഉറിയലായുസ്വൻ എന്ന വാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുമാകുന്ന വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്ന ലക്ഷ്യനാട് ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടി ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുവായെയും സ്തുതിപ്പാൻ കൊണ്ടും സന്തോഷം വരുന്ന നിന്റെ എഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഉച്ചത്തിൽ 3 പ്രാവശ്യം ക്രിയലായി ചൊല്ലണം. ആയുസിന്റെ ഉടമസ്ഥൻ ആയുസിനെ തിരികെ വിളിക്കുന്നവനുമാകുന്നുണ്ട്. ഈ ലോകത്തിലെ തന്റെ ജീവിതയാത്ര സന്തോഷത്തോടു കൂടി അവസാനിപ്പിച്ചു. നിന്നെ എതിരേൽപ്പാനായി നിത്യയുടെ തീരത്തെ കടന്നു വന്നിരിക്കുന്നു. ഈ നിന്റെ ദാസിയുടെ വിശിഷ്ട ജീവിതത്തിനായി ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. ആ നാളിൽ പ്രശംസ ഉണ്ടാകുവാനായിട്ട് വാടാത്ത കിരീടം പ്രാപിപ്പാനായി നിന്റെ സന്നിധിയിലേക്ക് ഒരുക്കമുള്ളവരായി കടന്നു വരുവാനേ നിന്റെ ദാസിയെയും ഒരുക്കിയിരിക്കുന്നവർക്ക് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ആ ഭാഗ്യകരമായുള്ള അവസാനത്തിന് വേണ്ടി അവിടുന്ന് ഒരുക്കുന്നതുകൊണ്ട് ഞങ്ങൾ കർത്താവേ, അതുകൊണ്ട് ഞങ്ങൾ സങ്കടത്തോടെ വേദനയോടെ അല്ല, പ്രത്യാശയോടെ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് മരണത്തെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് യേശു ക്രിസ്തുള്ള വലിയ പ്രത്യാശ പ്രഘോഷിക്കുവാൻ
ഞങ്ങളെ ഓരോ മരണത്തിന്റെ മുഖത്ത് സഹായിക്കുമാറാകണമെന്ന് കാണുന്നു. എൻ്റെ ദാസിയുടെ ജീവിതത്തിനായി സ്തോത്രം. അവരുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അവരെല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. പ്രത്യാശയോടെ ആയുസിന്റെ ദിനങ്ങൾ ചിലവഴിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്നതാണ്. അപ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾ നിന്റെ ദാസിയെ യാത്രയായി തിരുനാമം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ മഹത്വപ്പെടുന്നു. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ മുന്നടിയാതീതാ അകൃത്യങ്ങൾ ക്ഷമിച്ചിടണമേ. നിന്നാമം കൊണ്ടാടും ഞങ്ങൾ അറിയാതെ അവരോടുകൂടെ നാശം വന്നേ ഭൂതലേ മനുഷ്യർക്ക് കൽപ്പനയെ ലംഘനതാ ഈ പരുഷയ്ക്ക് വേണ്ട ഏതം രോഗം മരണ മേദിനിയിൽ വന്നിതയോ എത്ര ജ്ഞാനിയോ എത്രയാജ്ഞാനിയോ എത്ര ശക്തനോ എത്രയാശക്തനോ ഏവരെയോ മരുപോലെ ഭീതിയറോ മേ മരണ പാദം തൊട്ടിതുവരെയോ ഭൂതലത്തിൽ വാണിടുന്നു. യേശു നിനക്കായി ക്രൂശിന്മേൽ മരിച്ചതുക യേശൻ നിന്റെ മരണത്തെ ജയിച്ചവന്താ. നാശകന്റെ തല ചതച്ചോ നമ്മെല്ലാം ഉദ്ധരിച്ചോ വിശ്വാസികൾക്കവൻ പ്രത്യാശയുണ്ടാക്കി. നാഥാ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോക്ഷവും എന്നേക്കോ ഞങ്ങൾ നിന്റെ തിരുമുഖത്തിൽ ആനന്ദി ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുക. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ഞങ്ങളുടെ വർഗത്തെ കുറിച്ചറിയിച്ച നാൾ ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി എഴുന്നേൽക്കുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയിൽ കൂടെ കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതര മല്ലന്മാരും ഇതിൽ പാർക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. വെളിച്ചമായിട്ട് കാലുകൾക്കുള്ളിൽ വല കെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെയിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ തങ്ങളുടെ വിദ്യയിൽ വിദ്വാൻമാർ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്?
ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു, അവന്റെ ദിവസങ്ങളായി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു, പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നു. അവയിൽ ഞങ്ങളെ പാടി കേൾപ്പിക്കുക. നിമിത്തമായി മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നതിനെ സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതിയാമെന്ന് ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, നിന്റെ നിരവാദികളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം തന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. വിശ്വാസപരമാണ് നമുക്ക് നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്നെ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസൻഭാഗെ കേൾക്കുകയും കൈപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കും ആശയാർന്നേ ശാന്തി ഭൂമിയിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിലിൽ നിന്നും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനാ ചെന്നു നിൽക്കും തന്റെ ദിവ്യ സന്നിധാനത്തിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിലിൽ നിന്നും. ശോകമോക ഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ.
അവരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിരിൽ നിന്നും. ശോകമോക ഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. ലോകത്തിൻ ചിന്തകളാലോ രോഗപീഠകളാലോ മറ്റു പ്രയാസങ്ങളാലോ മുറ്റും തളർന്നിടുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ദൈവം നിന്നെ നടത്തുന്നു നിൻ വഴികൾ മുഴുവൻ. അന്ധകാരം വരുമ്പോഴോ അന്തരംഗത്തിലെ ചിന്താകുലങ്ങളെല്ലാം കരുതുന്നുണ്ടാവ് നിന്നോടെ പേർക്കികളോ വന്നു ബാധിച്ചവനാ യേശുവിൻ വാക്കുകളെ വിശ്വസിച്ചു സദാ ചിന്താകുലങ്ങളെല്ലാം താഴ്വകൾ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ നിത്യാപിതാവേയും ഞങ്ങളുടെ സ്വർഗസ്ഥ ദൈവമേ, പിന്നെയും ഞങ്ങൾക്ക് ദർശനത്തിലേക്ക് അടുത്തു വരുവാൻ ഈ ഭവനത്തിലെ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ വിലയേറിയ സാവകാശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ച് വിചാരവും കരുതലുമുള്ള ദൈവമാകുന്നു ഞങ്ങളെല്ലാം ഇപ്പോഴും അറിയും. ഈ ഭവനത്തിലെ എല്ലായ്പ്പോഴും പ്രകാശമായിരുന്നാളുടെ നിന്റെ ദാസി, ഈ ഭവനത്തിലെ മാതാവ് ഈ ഭവനത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. കർത്താവേയും ആ ദുഃഖത്തിന്റെ നിഴലിലും നീ നിന്റെ മക്കൾക്ക് നൽകുന്ന പ്രത്യാശയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സംസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കാൻ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്നെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് കടന്നു വന്ന സംബന്ധിപ്പാനാട് നീ ഒരിക്കലോ പ്രിയപ്പെട്ടവരെയും സ്നേഹിതരെയും മിത്രങ്ങളെയും നീ കൂട്ടിക്കൊണ്ടുവന്നതിനാട് നീയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു വിജയത്തിനെ ക്രമീകരിച്ച ദൈവത്തിന്റെ ഹിതവരാമാണ് എല്ലാ ചിന്താകുലങ്ങളുടെയും അതിന് കർത്താവുള്ള പ്രത്യാശയോട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ പ്രാർത്ഥന. ഇവിടെ തലയുടെ വടക്കി നിൽക്കുന്ന അതിന്റെ മകൾക്കായി സ്തോത്രം ചെയ്യും. ദൈവമായ കർത്താവേ, എല്ലാവരെയും സ്വർഗീയമായ സമാധാനത്താൽ ആശ്വസിപ്പിക്കണമേ. തുടർന്ന് നിന്റെ ഭക്തനായി ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കിച്ചെന്ന് പ്രാർത്ഥിക്കും. നിന്റെ സ്നേഹത്തിനാട്, നിന്റെ വിശ്വസ്തയ്ക്കായി കാരണത്തിനാട് സ്തോത്രം ചെയ്യും.
നീ മരണത്തോടെ സ്നേഹിച്ചു നിത്യതയോടെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുവാൻ ഈ ലോകത്തിലെ യാതൊരു ശക്തിക്ക് സാധിക്കുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു എന്നുള്ള പൗലോസ് അപ്പോസ്തലന്റെ തീരുമാനം ഞങ്ങളുടെ ഈ തീരുമാനമായിരിക്കാനാണ് സഹായിക്കണം. അപ്പോൾ നിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾ അയക്കണം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന നിത്യനായ ത്രിയേക ദൈവം നിങ്ങളോടുകൂടി സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നൽകി നിങ്ങളെ ഓരോരുത്തരെ ആശ്വസിപ്പിച്ച് വഴി നടക്കുമാറാകട്ടെ.